നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് അല്പം താഴ്ന്നിരിക്കുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതിലാരും നിരാശപ്പെടേണ്ട കാര്യമൊന്നുമല്ല. അത് നാഷണൽ അല്ലെങ്കിൽ നമ്മളുടെ ഇന്റേണൽ കാരണങ്ങൾ കൊണ്ടല്ല, എല്ലാം ഇന്റർനാഷണൽ റീസൺസ് കൊണ്ടാണ് മാർക്കറ്റ് കുറച്ച് താഴ്ന്നിരിക്കുന്നത്. എന്തായാലും പ്രൈമറി മാർക്കറ്റ് നിങ്ങൾക്ക് നല്ല പ്രതിഫലം ഇതിനകം തന്നെ തന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാം ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഒട്ടുമിക്കതും നല്ല രീതിയിലാണ് ലിസ്റ്റ് ചെയ്തത്. അത് വളരെയധികം പ്രോത്സാഹനജനകമാണ്. ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നത് വളരെ നല്ല ഒരു കമ്പനിയാണ്. JSW Infrasructure Ltd എന്ന കമ്പനിയാണിത്. ഇത് JSW എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വളരെ ദീർഘകാലത്തെ 13 വർഷത്തിന് ശേഷം ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്പനിയാണ്. മാരിടൈം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർഗോ ഹാൻഡ്ലിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഈ JSW ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ ഗ്രൂപ്പാണത്. അവർക്ക് സ്റ്റീല്, എനർജി, ഇൻഫ്രാസ്ട്രക്ചർ, പെയിൻറ്റ്, വെഞ്ചർ ക്യാപിറ്റൽ, സ്പോർട്സ്, സിമൻറ്റ്, ഇങ്ങനെ പല രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഒരു കമ്പനിയാണ് ഈ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത 2800 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നതെങ്കിലും അത് മുഴുവനായിട്ടും ഫ്രഷ് ഓഹരികളാണ്. ഒന്നും തന്നെ ഓഫർ ഫോർ സെയിൽ ഇല്ല. സെപ്റ്റംബർ 25 മുതൽ 27 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. JSW Infrasructure Ltd 2006 രൂപം കൊണ്ട ഈ കമ്പനി മാരിടൈം റിലേറ്റഡ് ആയിട്ടുള്ള കാർഗോ ഹാൻഡ്ലിങ്, പിന്നെ സ്റ്റോറേജ് സൊല്യൂഷൻസ്, ലോജിസ്റ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയുടെ കാര്യത്തിലും കാർഗോ വോളിയം ഹാൻഡിൽ ചെയ്യുന്ന കാർഗോയുടെ വോളിയത്തിൻ്റെ കാര്യത്തിലും നോക്കുകയാണെങ്കിൽ 2023 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പോർട്ട് റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് ഈ JSW Infrasructure Ltd എന്ന് പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊമേഴ്ഷ്യൽ പോർട്ട് ഓപ്പറേറ്ററാണ് JSW Infrasructure എന്ന ഈ കമ്പനി. അതുകൊണ്ടാണ് കാർഗോ ഹാൻഡ്ലിങ്, സ്റ്റോറേജ് സൊല്യൂഷൻസ്, ലോജിസ്റ്റിക് സൊല്യൂഷൻസ്, മറ്റ് വാല്യൂ അഡീഷണൽ ഉള്ള മറ്റ് സർവീസുകൾ ഇതെല്ലാം ചെയ്യാനായിട്ട് കമ്പനിക്ക് പോർട്ട് കൺസെഷൻ എന്ന ഒരു ഗവൺമെൻറ്റുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് ലഭ്യമായിട്ടുണ്ട്. ഈ പോർട്ടുകളിലും പോർട്ട് ടെർമിനൽസിലും എല്ലാം പ്രവർത്തിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് ഈ പോർട്ട് കൺസെഷൻ എന്നുള്ളത്. അത് പലപ്പോഴും വളരെ ലോങ് ടൈമിലേക്ക് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. 30 മുതൽ 50 വർഷം വരെ ഇത്തരത്തിൽ പോർട്ട് കൺസെഷൻ കമ്പനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഗോവയിലെ മർമഗാവ് പോർട്ട് ട്രസ്റ്റിലാണ് ആദ്യമായിട്ട് അവർക്ക് ഇത്തരത്തിലുള്ളൊരു പോർട്ട് കൺസെഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 9ഓളം പോർട്ടുകളിൽ, അതായത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തും പടിഞ്ഞാറേ തീരത്തുമുള്ള 9ഓളം പോർട്ടുകളിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോർട്ട് കൺസെഷൻ കമ്പനിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഈ രീതിയിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള ഒരു കമ്പനിയായിട്ട് JSW ഇൻഫ്രാസ്ട്രക്ചറിന് മാറാൻ സാധിച്ചത്. ഇത്തരത്തിൽ പ്രധാന പോർട്ടുകളിലെ ഈ പോർട്ട് കൺസെഷൻസ് ലഭ്യമായതോടുകൂടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് സ്റ്റേറ്റുകളുമായിട്ടും അവിടുത്തെ മറ്റ് ബിസിനസ് ഇൻഡസ്ട്രിയലിസ്റ്റുകളുമൊക്കെ ആയിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് കമ്പനിക്ക് സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, അങ്ങനെയൊക്കെയുള്ള ഏരിയകളിലെ ബിസിനസ് നല്ലപോലെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള പോർട്ട് കൺസെഷൻസ് കമ്പനിയെ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ മിനറൽ റിച്ച് ആയിട്ടുള്ള ബെൽറ്റ് ഉണ്ടല്ലോ, അതായത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ഉള്ള കസ്റ്റമേഴ്സുമായിട്ടും നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ഇത്തരത്തിലുള്ള പോർട്ട് കൺസെഷൻസ് കമ്പനിയെ സഹായിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പോർട്ട് കൺസെഷൻ ലഭ്യമായിട്ടുള്ള 9 പോർട്ടുകളിലും 158.43 മെട്രിക് ടൺ പെർ ആനമാണ് അവരുടെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. അത് കൂടാതെ UAEയിലെ 2 പോർട്ടുകൾ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെൻറ്റ് എഗ്രിമെൻറ്റ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ 2 മുതൽ 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ചെറിയ എഗ്രിമെൻറ്റുകളാണ്. അങ്ങനെ 2 പോർട്ടുകളിലേക്കും ലഭിച്ചിട്ടുണ്ട്. കമ്പനിയുടെ മൊത്തം എംപ്ലോയീസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 700ഓളം വരും. കമ്പനിയുടെ പ്രൊമോട്ടറെ ചിത്രത്തിൽ കാണുന്ന പ്രശസ്ത എൻ്റർപ്രണർ ആയിട്ടുള്ള സജൻ ജിൻഡാളാണ്. അദ്ദേഹമാണ് കമ്പനിയുടെ ചെയർമാനും അതുപോലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഫാമിലി ട്രസ്റ്റിനും ഇതിൽ ഓഹരികളുണ്ട്. അപ്പോൾ അവരുടെ കൈവശമാണ് 96.42% ഓഹരികൾ ഇഷ്യൂവിന് മുമ്പ്.
ഈ പബ്ലിക് ഇഷ്യൂ വഴി ലഭിക്കുന്ന 2800 കോടി രൂപ കമ്പനി എങ്ങനെയാണ് ചെലവാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവരുടെ ഓളിയോൺ സബ്സിഡിയറി ആയിട്ടുള്ള JSW ധരംതാർ പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയും അതുകൂടാതെ JSW ജയ്ഗാർ പോർട്ട് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുമുണ്ട്. അവരുടെ ചില കടബാധ്യതകളും ചില പേയ്മെൻറ്റ്സും എല്ലാം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 880 crores ചിലവാക്കാനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട്. അത് കൂടാതെ ഒരു 1029.04 crores 1029.04 കോടി രൂപ അവർ നേരത്തെ പറഞ്ഞ ആ ജയ്ഗാർ പോർട്ട് ലിമിറ്റഡ് എന്നുള്ള അവരുടെ ഓളിയോൺ സബ്സിഡിയറിക്ക് എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ ഒരു LPG ടെർമിനൽ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രിക് സബ്സ്റ്റേഷൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരു ഇൻസ്റ്റലേഷനും അതിൻ്റെ പ്രവർത്തനത്തിനുമായിട്ട്, അതായത് ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു 1029.04 കോടി രൂപ ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു 151.05 കോടി രൂപ അവർ മാംഗ്ലൂർ കണ്ടെയ്നർ ടെർമിനലിന് വേണ്ടിയിട്ട് JSW മാംഗ്ലൂർ കണ്ടെയ്നർ ടെർമിനൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നു. ബാക്കിയുള്ള തുകയാണ് ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ലൈനും ബോട്ടം ലൈനും വളരെ സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഉള്ളത്. 2021 റവന്യൂ നോക്കുമ്പോൾ 1603.57 എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അത് അടുത്ത വർഷമായപ്പോൾ 2273.06 എന്നുള്ള ലെവലിലേക്ക് വളർന്നു. പിന്നീട് 2023 ആയപ്പോൾ 3194.74 എത്തിയിട്ടുണ്ട്. ഈ അവസാനം കാണുന്ന കോളം ഈ വർഷത്തെ 2024 ധനകാര്യ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടറിലെ ഫലമാണ്. ഇനി നെറ്റ് ഇൻകം തന്നെ നോക്കൂ, 284.38 ഇതിന് 2021 അടുത്ത വർഷം 332.91 735.62 അത് 2023 എത്തിയപ്പോഴത്തേക്കും വളർന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്ക് വളരെ സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്കുള്ളത്. ഇനി കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ EPS 4.01, PE റേഷ്യോ 28.18, 29.68, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 18.8%, NAV 21.88 പെർ ഷെയർ. ഇനി നമുക്ക് പിയർ കമ്പനി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനി അദാനി പോർട്സ് ആൻഡ് സെസ് ലിമിറ്റഡ് ആണ്. അവരുടെ EPS 24.58. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടാം സ്ഥാനത്താണ് JSW എന്ന് പറയുമ്പോൾ. ഒന്നാം സ്ഥാനത്തുള്ള മറ്റേ കമ്പനി ഏതാണെന്നുള്ളത് അദാനി പോർട്സ് ആൻഡ് സെസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി തന്നെയാണ്. ഇനി ഇതിൻ്റെ രജിസ്ട്രാർ JSW ഇൻഫ്രയുടെ രജിസ്ട്രാർ KFIN ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. അതുപോലെ ലീഡ് മാനേജേഴ്സ് SBI ക്യാപിറ്റൽ, JM ഫിനാൻഷ്യൽ ലിമിറ്റഡ്, ആക്സിസ് ക്യാപിറ്റൽ തുടങ്ങിയ ചില കമ്പനികൾ. ഇനി JSW ഇൻഫ്രയുടെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഡേറ്റ് 25 മുതൽ 27 വരെയാണ് സെപ്റ്റംബർ മാസത്തിൽ. 113 രൂപ മുതൽ 119 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത്. 2800 കോടി രൂപയ്ക്കുള്ള ഇഷ്യൂ ആണിത്. മുഴുവൻ തന്നെയും ഫ്രഷ് ഓഹരികളാണ്, ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. 126 ഓഹരിയാണ് ഇതിലെ ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്ന മിനിമം ലോട്ട്. അങ്ങനെ 13 ലോട്ട് വരെ ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയാനുള്ളത്, കമ്പനി 10% ഓഹരികൾ മാത്രമേ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ. അത് നഷ്ടത്തിലായതുകൊണ്ടൊന്നുമല്ല. കമ്പനി 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനും 10% മാത്രമേ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഒക്ടോബർ 3-ാം തീയതിയും റീഫണ്ട് 4-ാം തീയതി, ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് 5-ാം തീയതി കിട്ടുന്നതാണ്. പിന്നെ ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ഒക്ടോബർ 6-ാം തീയതിയുമായിരിക്കും. ഇനി ഇത് നമുക്ക് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമ്പനിയെക്കുറിച്ച് പറയാവുന്നത്, ഈ ഇഷ്യൂ കഴിയുമ്പോൾ കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 2100 കോടി രൂപയായിട്ട് മാറുന്നുണ്ട്. പിന്നെ പ്രൈസ് ബാൻഡിൻ്റെ അപ്പർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 24,990 കോടി രൂപയായിട്ടും വരുന്നുണ്ട്. ഒരു വലിയ കമ്പനി തന്നെയാണിത്. റീസണബിളി പ്രൈസ്ഡ് ആണ് ഇത്. 119 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതുവരെ കമ്പനി ഡിവിഡൻഡ് ഒന്നും JSW കൊടുത്തിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ
കൊടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇത് സ്റ്റഡി ഗ്രോത്തിൽ നിൽക്കുന്നൊരു കമ്പനിയാണ്. അദാനി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു പോർട്ട് കൺസെഷൻസ് ഉള്ള ഒരു പോർട്ട് ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും മികച്ച രീതിയിലുള്ള വളർച്ചയാണ് കമ്പനിക്കുള്ളത്. മാത്രമല്ല ഇതൊരു മൾട്ടിനാഷണൽ ഗ്രൂപ്പിൻ്റെ ഒരു ഘടകം മാത്രമാണ് JSW ഇൻഫ്രാസ്ട്രക്ചർ. JSW ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പാണ്. തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള നിക്ഷേപകർക്കും ഈ ഓഹരി അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ വാച്ച് ചെയ്തത് JSW ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന മികച്ച കമ്പനിയുടെ IPO വിശേഷങ്ങളാണ്. എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ഈ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.